ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് 25 വയസ്സ് തികയാണ് കേട്ടോ. പക്ഷേ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് ഗിഫ്റ്റൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ പോയിട്ട് ഇപ്പോഴാണ് കേട്ടോ പുതിയ ഫോൺ മേടിച്ചത്. അതുകൊണ്ട് ഞാനൊന്നും വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് ആക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച പാക്കറ്റ് പൊറോട്ട മിച്ചം ഉണ്ടായിരുന്നു, പിന്നെ കടലക്കറിയൊക്കെ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് തൊട്ട് നമ്മൾ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കടലക്കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കടിഞ്ചായയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊറോട്ടയും കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് രാവിലെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. പുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ എല്ലാം കഴിക്കുന്നതിലും കൂടുതലും ടേസ്റ്റ് പൊറോട്ടയും കടലക്കറിയായിട്ട് കഴിക്കാനാട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ഇക്കായും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ കഴിക്കാൻ ഇരുന്ന ടൈമിൽ തന്നെ ആൾ പതിവ് പോലെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ആൾക്ക് രാവിലെ ഫ്രൂട്ട്സൊക്കെ കേട്ടോ കൊടുത്തത്. പിന്നെ നമുക്ക് കടിഞ്ചായ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയ ടൈമിൽ കറക്റ്റ് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു ബോക്സൊക്കെ ആയിട്ടാണ് വന്നത്. കൂടെ നമ്മുടെ തക്കാളിയുടെ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. ചട്നി അല്ല, നമ്മൾ മന്തീൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അതുപോലെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ മുമ്പ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അന്നൊക്കെ മട്ടൻ്റെ ഐറ്റംസ് ആട്ടോ മേടിച്ചത്. പക്ഷേ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മട്ടൻ്റെ റൈസൊക്കെ മേടിക്കുന്ന ടൈമിൽ മട്ടൻ്റെ മീറ്റിന് വല്ലാത്തൊരു ചൊവയൊക്കെ വരും കേട്ടോ. 2 തവണ മേടിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണ നമ്മൾ മേടിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നല്ല പൊരിച്ച കോഴിയുടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബിരിയാണിയും. പക്ഷേ ബിരിയാണിയുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തക്കാളി ചട്നി കഴിക്കുന്നത്. പക്ഷേ അതും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാനില ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഐസ്ക്രീമും കൂടി കഴിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇത്തവണ മേടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ചായയൊക്കെ ഇട്ട് ഇത് കപ്പ വറുത്തതാണ് കേട്ടോ. കപ്പ അരിയുന്ന സംഭവമൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൊലി കളയുന്ന പോലെ തന്നെ പതിയെ ചീകിയെടുത്ത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഫ്രൈഡ് ഐറ്റംസിനോട് എനിക്കും മിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ കപ്പ, അല്ലെങ്കിൽ ചിപ്സ്, അല്ലെങ്കിൽ നുറുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ രാത്രി ടൈമൊക്കെ ആയപ്പോൾ ബ്രോസ്റ്റഡ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പതിവ് പോലെ ബ്രോസ്റ്റഡും കുബൂസും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേവറേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചത്. ഉള്ളത് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അടുക്കള കയറിയിട്ടേ ഇല്ല, രാവിലെ കയറിയതാണ് കേട്ടോ. പിന്നെ ഫുള്ള് പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഇതും ഒരു സന്തോഷമല്ലേ. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയ്ക്കുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.